ഹലോ ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു വീഡിയോ ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഇത് കണ്ടപ്പോൾ എനിക്കൊരു വീഡിയോ ഇടണം തോന്നി. ഇതെന്താണെന്ന് അറിയില്ല, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. സ്വന്തം ചേച്ചിയെ പറ്റിച്ച്, സ്വന്തം ചേച്ചിയെ വഞ്ചിച്ച് ഭർത്താവിനെ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഈ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഇടണം എന്ന് തോന്നിയത്. 3 കുട്ടികളും ഒരു ഭാര്യയുള്ള ഒരാളാണ് ഇയാളെയും കൊണ്ടാണ് സ്വന്തം ഭാര്യയുടെ അനിയത്തി പോണത്. കാരണം ഇവൾ പറഞ്ഞത് ഇവൾക്ക് വേറെ ഒരു കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്, ആ കല്യാണത്തിന് അവൾക്ക് ഇഷ്ടമില്ല എന്നും അതിൽ എനിക്ക് ചേട്ടനെ പിരിയാൻ കഴിയില്ല എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അപ്പോൾ ആ ചേട്ടനുമായിട്ടുള്ള ബന്ധം എന്നോ തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷേ ഈ ചേച്ചിക്ക് ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ 3 കുട്ടികളെയും കൊണ്ട് കുട്ടികളും ഒരു ഭാര്യയില്ല ഒരു വ്യക്തി ഈ 20 വയസ്സായ പെൺകുട്ടിയെ ആഗ്രഹിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും മുന്നോട്ട് പോകാനുള്ളൊരു ആഗ്രഹമല്ല, ഒരിക്കലുമല്ല. ഓളെ ശരീരം മോഹിച്ചിട്ട് മാത്രമുള്ളൊരു ബന്ധമായിരിക്കും. പക്ഷെ അത് ഈ പെൺകുട്ടി മനസ്സിലാക്കിയില്ല. അവളെ തോളിലേക്ക് കിടന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പിരിയാൻ കഴിയൂല. ഇതൊക്കെ ഈ ചേച്ചി കാണുമ്പോൾ ആ ചേച്ചിയുടെ മനസ്സ് എത്രത്തോളം വേദനിക്കും, അതും കൂടി ഈ ചേട്ടനും ഈ അനിയത്തി മനസ്സിലാക്കണ്ടേ. അവൻ പറയുന്നുണ്ട്, ഞാൻ വരും, മൂന്നാളെയും കൂടി എനിക്ക് കൊണ്ടുപോകാനുണ്ട് എന്ന് പറയുന്നുണ്ട്. 3 ആളെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് 3 കുട്ടികളായിരിക്കും. ഒരു ബുദ്ധിയുള്ള ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ആ 3 കുട്ടികളെ ഇയാളെ കൂടെ പറഞ്ഞയക്കുമോ? ഏതായാലും ഇനി എന്താകും എന്നുള്ളത് നമുക്ക് അടുത്ത വഴി കാണാം. കാരണം ഇപ്പോഴത്തെ ഒരു ചോര തിളപ്പിൻ്റെ ഇതിൽ ഇറങ്ങിപ്പോയതായിരിക്കും ഈ കുട്ടി. പക്ഷെ കൊണ്ടുപോയ അയാൾ ശ്രദ്ധിക്കേണ്ടീന്. ഇത് ചെറുപ്രായമാണ്, 20 വയസ്സേ ആയിട്ടുള്ളൂ. ഞാനിപ്പം പക്ഷെ അത് അയാൾ ചിന്തിക്കില്ല. കാരണം അയാളെ ആവശ്യം നിറവേറണമല്ലോ. അപ്പം എന്തായാലും അങ്ങനെ ചിന്തിക്കാൻ വഴിയില്ല. അപ്പം ഇനി നമുക്ക് അവർ എന്താണ് പറയുന്നത് എന്ന് ഞാനിങ്ങനെ വീഡിയോ ഇടാറില്ല. പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇടണമെന്ന് തോന്നിയത്. നമുക്ക് അവർ പറയുന്നതൊന്ന് കേട്ടോ. വർഷങ്ങളോളം ഇഷ്ടത്തിലാണ്. അത് ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ, മാത്രമേ അറിയുള്ളൂ. ഒന്നും ഉണ്ടാണ്ട് എനിക്ക് ഏട്ടല്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ തന്നെയാണ് ഏട്ടനുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനോ പിടിക്കാനോ ഒന്നും വരരുത്. വീട്ടുകാരെ നിർബന്ധത്തിനാണ് ഞാൻ എല്ലാത്തിനും ഇന്നേരെ സമ്മതിച്ചത്. അതിന് ഏട്ടൻ പറഞ്ഞ് നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടോ ഒന്നും കൊണ്ടല്ല ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം. ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചുള്ളൊരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാകരുത്. ഞങ്ങൾ അത്രയും ആത്മാർത്ഥത സ്നേഹിച്ച ആൾക്കാരാണ്. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചിട്ടുണ്ട്. ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെ ഞങ്ങൾക്കൊരു പ്രശ്നം വരരുത്. അത്രയും ആത്മാർത്ഥത സ്നേഹിച്ച കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. എനിക്ക് ഏട്ടല്ലാണ്ട് ഒരിക്കലും പറ്റില്ല. ഞങ്ങൾ അത്രയും ഇഷ്ടത്തിലാണ്, വർഷങ്ങളോളായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലാണ്. ഞങ്ങളന്വേഷിച്ചാരും വരരുത്. ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല രണ്ടുപേർക്കും. അങ്ങനെ പിന്നെ വീട്ടുകാർ നിജുവിനും എല്ലാ കാര്യങ്ങളും അറിയാം. എല്ലാതും അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാ തെളിവും അവളെ കയ്യിലുണ്ട്. ഈ തെളിവും അവളെ കയ്യിൽ തന്നെ കിട്ടുക. അപ്പോൾ ഒരിക്കലും ഞങ്ങൾ അന്വേഷിച്ച് വരരുത്. ഞാൻ വരും, തിരിച്ചു വരും. എല്ലാ കാര്യവും ശരിയാക്കിയിട്ട് എനിക്ക് 2-3 ആൾക്കാരെ കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ ഞാൻ വരും. ഞങ്ങൾ എവിടെയും പോയി ജീവിച്ചോട്ടെ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടില്ലേ? അപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ, പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങൾക്ക് പിന്നെ ഒരിക്കലും എനിക്ക് ചേട്ടനില്ലാതെ, അവൾ പറയണത് ഇതാണ്, എനിക്ക് ചേട്ടനില്ലാതെ പറ്റൂല, ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്, എനിക്ക് വീട്ടുകാർ ഉറപ്പിച്ച കല്യാണം എനിക്ക് വേണ്ട, അത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചേട്ടനെയാണ് ഭയങ്കര ഇഷ്ടം. അതുപോലെ ചേട്ടനും പറയുന്നുണ്ട്, ഞങ്ങൾക്ക് രണ്ടാൾക്കും പിരിയാൻ കഴിയൂല, ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാൻ തിരിച്ചു വരും, എനിക്ക് 2-3 ആൾക്കാരെ കൊണ്ടുപോകാനുണ്ട് എന്ന് പറയുന്നുണ്ട്. എനിക്ക് ഒന്ന് പറയാനുള്ളത് ഈ ചേച്ചിയോടാണ്, ഇനി ഇയാൾ തിരിച്ചു വന്നാണ്ട് നിങ്ങളെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളെ മക്കളും ഇയാളെ ഒരിക്കലും സ്വീകരിക്കരുത്. എനിക്കൊന്നേ പറയാനുള്ളൂ, ഒരിക്കലും നിങ്ങൾ ഇയാളെ സ്വീകരിക്കരുത്. ഇയാളെ ഒരിക്കലും നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റൂല. പിന്നെ അവളും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു.
സ്വന്തം ചേച്ചിനെയും 3 കുട്ടികളെയും ഉപേക്ഷിച്ച് എൻ്റെ കൂടെ ഇയാൾ വരണം എന്നുണ്ടെങ്കിൽ ഇയാൾ എൻ്റെ ശരീരം മാത്രം മോഹിച്ചിട്ടാണ് വരുന്നത് എന്നുള്ളത് ഈ പെണ്ണ് ചിന്തിക്കേണ്ടേനി. പക്ഷേ അതൊന്നും ആ പെണ്ണ് ചിന്തിക്കാതെ ഈ 3 കുട്ടികളെയും ഈ ഒരു ചേച്ചിനെയും ഉപേക്ഷിച്ച ഭർത്താവിനെയും കൊണ്ടാണ് ചേട്ടനെയും കൊണ്ടാണ് ഈ പെണ്ണ് പോണത്. അപ്പോൾ നാളെ എനിക്കും അതുപോലെ കുട്ടികളും ഉണ്ടാകും. ഒരു കുട്ടിയോ അല്ലെങ്കിൽ 2 കുട്ടിയോ ഉണ്ടാകുമ്പോൾ ഇന്നെപ്പോലത്തെ വേറെ ഏതെങ്കിലും പെണ്ണിനെ കാണുമ്പോൾ എന്തായാലും ചേട്ടൻ പോകും എന്നുള്ള കാര്യം ഒന്ന് മനസ്സിരുന്ന് ചിന്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇന്ന് ആ ചേച്ചിയും 3 കുട്ടികളും വഴിയാധാരമാവൂലേനി. പക്ഷെ ആ 3 കുട്ടികൾക്കും ചേച്ചിക്കും പോയി ഇവൾ കൊണ്ടുപോകുന്നതോട് കൂടിയിട്ട്. കാരണം എന്താ വെച്ചാൽ സ്വന്തം ഭർത്താവിനെയാണ് ഇവൾ കൊണ്ടുപോയത്, ചേച്ചീൻ്റെ ഭർത്താവിനെയാണ് കൊണ്ടുപോയത്. പക്ഷേ ഇവൾ വിചാരിച്ചത് ചേട്ടൻ എന്നോട് ഭയങ്കര പ്രണയമാണ്, ചേട്ടൻ എൻ്റെ സൗന്ദര്യം കണ്ട് എൻ്റെ കൂടെ കൂടിയതാണ്, അപ്പോൾ എന്നോടാണ് ചേച്ചീൻ്റെ ആട്ടിലും കൂടുതൽ ഇഷ്ടം എന്നൊക്കെ ആയിരിക്കും. പക്ഷെ അവളെ മുഖത്തേക്ക് നോക്കിയറിയാം അവൾക്ക് നല്ല ടെൻഷനുണ്ട്, എന്നാൽ അവൾക്ക് നല്ല തൻ്റെടും ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു ചേട്ടനെ 45 വയസ്സായ ഒരു ചേട്ടനെ കൊണ്ടുപോകാതെ തൻ്റെടം തന്നെ കുറച്ചൊന്നും ഉണ്ടായാൽ പോരാ, നല്ല തൻ്റെടം തന്നെ വേണം. ചേട്ടൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ നല്ലൊരു കള്ളലക്ഷണമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇന്നോ നാളെ ആയിട്ട് ഞാൻ ഇന്നേ ഉപേക്ഷിക്കൂടി എന്നുള്ളൊരു മുഖത്തേക്ക് നോക്കിയാൽ എന്നുള്ളൊരു ഭാവമാണ് അയാളെ മുഖത്തുള്ളത്. കാരണം അയാൾക്ക് അയാളെ ആവശ്യങ്ങൾ നിറവേറ്റി കഴിഞ്ഞിട്ട് ചേച്ചിയുടെ അടുത്തേക്ക് നീയും പൊയ്ക്കോ എന്നായിരിക്കും അയാളുടെ വാക്ക് എന്തായാലും ഉണ്ടാവുക. ഇനി പൊയ്ക്കോ, എനിക്ക് നോക്കാൻ കഴിയൂല, കാരണം പിന്നെ ഇത് നമ്മളെ അടുത്ത് വന്നൊരു തെറ്റാണ് എന്നൊക്കെ പറഞ്ഞുമാണെങ്കിൽ അവളെ പറഞ്ഞ് ഉപദേശിച്ചിട്ട് നാളെ എന്തായാലും വീട്ടിലേക്ക് പറഞ്ഞയക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അയാളെ മുഖം കണ്ടാൽ അയാൾ കള്ളനാണെന്നുള്ളത്, പഠിച്ച കള്ളനാണ് അയാൾ. പക്ഷേ ഈ പെൺകുട്ടിക്ക് ഒന്ന് മനസ്സിലാക്കിയാൽ മതിയാണ്, ഈ 3 കുട്ടികളെയും ചേച്ചിനെ ഉപേക്ഷിച്ച് എൻ്റെ കൂടെ അയാൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നാളെ എന്നെയും ഇതുപോലെ ചെയ്യൂല എന്നുള്ളൊരു എന്തുറപ്പുള്ളത് എന്നുള്ളത് ബോധം ഈ പെണ്ണിനുണ്ടെന്നുണ്ടെങ്കിൽ ഈ പെണ്ണ് ഒരിക്കലും ഇന്ന് ഈ ഏട്ടൻ്റെ കൂടെ പോവില്ലേനി. ഇതൊക്കെ കാണുമ്പോൾ അറപ്പാണ് വരുന്നത്. കാരണം അവിഹിതം തേടി പോകുന്ന ആളുകളൊക്കെ പിന്നെ ലാസ്റ്റ് വരുന്നത് നാശത്തിലേക്കാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും റെയിൽപ്പാളത്തിലോ അല്ലെങ്കിൽ 2 മുളം കയറിലൊക്കെയാണ് അവസാനിപ്പിക്കൽ. ഇതും അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. കാരണം അവളെ വീട്ടുകാർ ഏറ്റെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവൾ എന്ത് ചെയ്യും? ഇന്ന് സ്വന്തമായിട്ട് വേണമെങ്കിൽ ജീവിക്കാൻ കഴിയും, പക്ഷെ എന്നാലും മനസ്സിനൊരു വിഷമം ഉണ്ടാവുമല്ലോ, ആരുമില്ല, ഞാനിനി എന്ത് ചെയ്യും, എനിക്കിനി അങ്ങനെ ജീവിക്കണ്ട എന്ന് വന്നാൽ ആത്മഹത്യ വരെ ചെയ്യാൻ കാരണമാണ് ഇങ്ങനത്തെ ഓരോ അവിഹിത ബന്ധത്തിൽ പെട്ടാണ്ട് ഒളിച്ചോടി പോകുന്ന പെൺകുട്ടികളുടെ അവസ്ഥ. അപ്പോൾ ഈ ആണുങ്ങൾക്ക് അതിന് പ്രശ്നമല്ല. കാരണം ഇയാൾക്ക്, ഞാൻ എല്ലാ ആണുങ്ങളെയല്ല പറഞ്ഞത്, ഈ കൊണ്ടുപോയ ഇയാൾക്കാട്ടോ ഞാൻ പറഞ്ഞത്, ഇയാൾക്ക് അതിന് പ്രശ്നമുണ്ടോ. കാരണം ഇയാൾ ഇന്ന് ഇവളെ കണ്ട് നാളെ വേറെ ആൾ ഇയാൾ കൊണ്ടുപോകാൻ റെഡി ആയിരിക്കും. കാരണം ഇയാൾക്ക് അതൊരു ഹോബി ആയിരിക്കും. പക്ഷേ ഈ പെണ്ണ് പെട്ട് പോയതാണ്. അതുകൊണ്ട് ഈ പെണ്ണ് ഇരുന്ന് ചിന്തിക്കും, ഓരോ കാര്യങ്ങളും ഇരുന്ന് ചിന്തിക്കും. പിന്നെ അവൾ പറയുന്നത് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ സ്നേഹിച്ചു എന്ന്. ആത്മാർത്ഥത എന്ന് പറയുന്നത് എന്ത് കണ്ടിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഈ ഒരു ചേട്ടന് 3 കുട്ടികളെയും പിന്നെ ചേച്ചിനെയും ഉപേക്ഷിച്ച് പോകുന്ന ഇയാൾക്ക് എന്ത് ആത്മാർത്ഥതയാണ് ഇവളുകൊണ്ട് ഉണ്ടാവുക? അത് ആ കുട്ടി എന്തുകൊണ്ട് മനസ്സിലാക്കണില്ല? അവളിങ്ങനെ പറയണ്ടല്ലോ, ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ പ്രണയിച്ചു 3 കുട്ടികളെ ഇപ്പുറത്ത് വെച്ചിട്ട് ഒരു ചേച്ചിനെയും വെച്ചിട്ടാണ് ഇവൾ ആത്മാർത്ഥമായിട്ട് ഇയാൾ പ്രണയിക്കുന്നത്. ഇയാൾക്ക് ഒരു പ്രണയം അവളുകൊണ്ടില്ല. അയാളെ ഉദ്ദേശം ഒറ്റൊന്ന്, ഇവളെ 2 ദിവസം യൂസ് ചെയ്യണം, യൂസ് ചെയ്തിട്ട് ഇവളെ വേഗം തട്ടണം, ചേച്ചിൻ്റെ അതേ അവസ്ഥ ഇവൾക്കും വരുത്തണം. കാരണം ഇവളെ വീട്ടിലേക്കാണല്ലോ ഇവൾ പറഞ്ഞേക്കുക. അപ്പോൾ ഇവളെന്ത് ചെയ്യും? നേരെ പോയിട്ട് ഇനി എനിക്കാരുമില്ല. കാരണം വീട്ടിൽ ചെന്നിട്ട് എന്താണ് ഇവൾ പറയുക? ചേച്ചിനോട് എന്ത് പറയും? ഞാൻ ചേട്ടനെ പിന്നെ കൊണ്ടുപോയിന്നോ, എനിക്കിഷ്ടപ്പെട്ട് കൊണ്ടുപോയിന്നോ, എന്താണ് ഇവളോട് പറയുക? പിന്നെ ഇവൾ ഒരു ഇത് പറയുന്നത് ഞാൻ കണ്ടു, പിന്നെ ചേച്ചിക്ക് എപ്പോഴാണോ ചേട്ടനെ കാണാൻ ആഗ്രഹം ചേച്ചിക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ ചേട്ടനെ തരും, എന്നാലും പൂർണ്ണമായിട്ട് വിട്ടു കൊടുക്കല്ല, തരും എന്നുള്ളൊരു ഇത് ഞാൻ കണ്ടു. പിന്നെ അവളെ തോളിലേക്കണ്ട് അലിഞ്ഞ് ചേരുമ്പോൾ കണ്ടല്ലോ അവൻ്റെ മുഖത്ത് കാണും എന്താണെന്ന് പറയുക, ആ ഒരു കിസ്സിലൊക്കെ അയാൾ അലിഞ്ഞ് ചേരുന്നുണ്ട് കേട്ടോ. അത്രക്കും ഇഷ്ടമാണെന്നൊക്കെ ആയിരിക്കും അവളെ വിചാരം. എവിടെ അവൻ്റെ ഉള്ളിലെ മനസ്സിൽ അയാളെ മുഖം കണ്ടാൽ അറിയാം അയാൾ പക്ക ഫ്രോഡാണെന്നുള്ളത്. പിന്നെ ഇയാൾ പറയുന്നത് ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല എന്ന്. 3 കുട്ടികളെയും ഒരു പെണ്ണിനെയും പിരിയാൻ കഴിഞ്ഞ ഇയാൾക്ക് എന്തുകൊണ്ട് ഒരു കുട്ടികളില്ലാത്ത ഇതുപോലത്തെ ഒരു 20 വയസ്സായ പെൺകുട്ടിനെ പിരിയാൻ കഴിയൂല എന്ന് പറയുന്നത്? 3 കുട്ടികളെയും ഒരു പെണ്ണിനെ അയാൾ പിരിഞ്ഞില്ലേ? നിനക്ക് പിരിയാൻ പറ്റൂലെന്ന് നീ പറയണത്. നിനക്ക് പിരിയാൻ പറ്റാത്ത അസുഖം ഉള്ളത് കൊണ്ടാണല്ലോ നീ പിരിഞ്ഞിങ്ങനെ പോവേണ്ടി വരുന്നത് അല്ലേ? നിനക്ക് പിരിയാൻ പറ്റൂലെന്ന്. ആരെ പിരിയാൻ പറ്റൂല എന്നാണ് മോനെ നീ പറയണത്? ഈ ഒരു പെണ്ണിനെ പിരിയാൻ പറ്റൂലെന്നോ? 3 കുട്ടികളോ 2 കുട്ടികളോ ഉണ്ട് എനിക്ക്. ആ 2 കുട്ടികളെ പിരിഞ്ഞ എനിക്ക് എന്തുകൊണ്ട് ഈ പെണ്ണിനെ പിരിയാൻ പറ്റൂല എന്ന് പറയണത്? അതൊക്കെ നീ വെറുതെ ഒരു കള്ളത്തരം പറയണേ. ഈ പെണ്ണിനെ 2 ദിവസം യൂസ് ചെയ്യാൻ ഒരു അടവാണത്. അത് അവളെ മുന്നിൽ വെച്ചാൽ അവളത്
കൃത്യമായിട്ട് അങ്ങോട്ട് എടുത്തിട്ട് അത് എൻ്റെ ഏട്ടൻ എന്നോട് ഭയങ്കര സ്നേഹമാണ്. എൻ്റെ ഏട്ടൻ എന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചീനെ വേണമെങ്കിൽ ഇഷ്ടമല്ലാഞ്ഞിട്ടുണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ ചേച്ചീൻ്റെ അടുത്ത് എന്തെങ്കിലും ഇഷ്ടമില്ലാത്ത പ്രവൃത്തി കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചേച്ചീൻ്റെ അടുത്ത് എന്തെങ്കിലും എൻ്റെ അടുത്ത് ഇല്ലാത്ത എന്തോ ഒന്ന് ചേച്ചീൻ്റെ അടുത്ത് വേണമെങ്കിൽ പിന്നെ ചേച്ചീൻ്റെ അടുത്ത് ക്വാളിറ്റി എനിക്കായിരിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും ഇവൻ്റെ കൂടെ പോണത്. ആ ചേട്ടൻ്റെ മുഖം കണ്ടാലറിയാം അയാൾ കള്ളനാണെന്നുള്ളത്, അയാളെ നോട്ടം കണ്ടാലറിയാം. പക്ഷെ അത് ഈ കുട്ടിക്ക് പോലും മനസ്സിലായി. വീഡിയോയിൽ കാണാൻ നമുക്ക് പോലും മനസ്സിലാവുന്നുണ്ട് ഇയാൾക്ക് എന്തോ ഒരു കള്ളലക്ഷണം ഉണ്ടെന്നുള്ളത്. പക്ഷെ അത് ഈ കുട്ടി മനസ്സിലാക്കിയില്ല. ഈ കുട്ടി ചേട്ടൻ തന്നെ എല്ലാം, ചേട്ടൻ തന്നെ എനിക്ക് ഇന്ന് ഈ ലോകത്തിൽ വലുത് എന്ന് വിചാരിച്ചിട്ടാണ് ഈ ചേട്ടൻ്റെ കൂടെ ഇയാൾ പെണ്ണ് പോയത്. നാളെ ഈ കുട്ടി വേണമെങ്കിൽ നാളെ 1 ദിവസം 2 ദിവസം ഈ ചേട്ടൻ ഈ കുട്ടിയെ ആത്മാർത്ഥമായിട്ട് ഇങ്ങോട്ട് പ്രണയിക്കണ മാതിരി ആത്മാർത്ഥമായിട്ട് സ്നേഹം ഉണ്ടെന്നൊക്കെ കണ്ട് വരുത്തി തീർത്തിട്ട് നല്ലോണം യൂസ് ചെയ്തിട്ട് പിറ്റേന്ന് പറയും, നീ നിൻ്റെ വീട്ടിലേക്ക് പോയിക്കോ, നിൻ്റെ ചേച്ചീൻ്റെ അടുത്തേക്ക് പോയിക്കോ, അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തേക്ക് പോയിക്കോ, എനിക്ക് നിന്നെ കൊണ്ടെടുക്കാൻ കഴിയില്ല, എനിക്ക് സമൂഹത്തിൽ ജീവിക്കണം, എനിക്ക് പേടിയാണ്, അല്ലെങ്കിൽ ഇത് കേസും കൂട്ടുമാവും, അങ്ങനെ ആയാൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല, അതുകൊണ്ട് നിൻ്റെ വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പറയും എൻ്റെ അടുത്ത് കയ്യിൽ കാശില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഈ പെണ്ണിനെ ഒഴിവാക്കാനുള്ള പ്ലാനിങ് ആയിരിക്കും. എനിക്ക് തോന്നുന്നത് അതാണ് കേട്ടോ. പക്ഷെ ആ പെൺകുട്ടി 20 വയസ്സേ ആയിട്ടുള്ളൂ. അതിൻ്റെ പക്വതയില്ലായ്മ കൊണ്ട് ഇങ്ങനെ ഒരു ഒളിച്ചോട്ടം ആ കുട്ടി പോവുകയും ചെയ്ത്. പിന്നെ ഇനി എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് വരുന്ന വഴിയിൽ വെച്ച് കാണാം. പക്ഷെ എനിക്കൊന്നേ പറയാനുള്ളൂ, ഇങ്ങനെ പോണ പെൺകുട്ടികളുണ്ട് എനിക്കൊരു കാര്യം പറയണം. ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഇങ്ങനെ 2ഉം 3ഉം കുട്ടികളുള്ള ആളുകളും അത് ഭാര്യയുള്ള ആളുകൾ നിങ്ങളെ തേടി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരിക്കലും സ്നേഹം കൊണ്ടല്ല വരുന്നത്. അത് വരുന്നത് എന്താ വെച്ചാൽ അവരുടെ ശരീരം ആഗ്രഹിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇന്ന് ഈ 3 കുട്ടികൾ അല്ലെങ്കിൽ 2 കുട്ടികളെ ഉപേക്ഷിച്ച് എൻ്റെ കൂടെ ഇയാൾ വരണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്നോട് സ്നേഹം ഉണ്ടായിട്ടല്ല, എൻ്റെ ശരീരം ആഗ്രഹിച്ചിട്ടാണ്. അപ്പം നാളെ ഞാൻ ഇയാളുടെ കൂടെ പോയി നാളെ എനിക്കും ഇതുപോലെ 2ഓ 3ഓ കുട്ടികളായതിനു ശേഷം അല്ലെങ്കിൽ ഒരു കുട്ടി ആയതിനു ശേഷം വേറൊരു പെണ്ണിനെ ഇയാൾ കാണുമ്പോൾ ആ പെണ്ണിനെയും കൊണ്ടും പോയി ഇതുപോലെ ലൈവ് ഇടൂലേ, അപ്പോൾ ഞാൻ വഴിയാധാരാവൂലേ എന്ന് ഈ പോണ പെണ്ണുങ്ങൾ ചിന്തിക്കണം. എനിക്കതാണ് ഒരൊറ്റ കാര്യം പോണ പെണ്ണുങ്ങളോട് പറയാനുള്ളത്. നല്ലോണം ആത്മാർത്ഥമായിട്ട് ഇതാക്കുക, മനസ്സെത്തി ചിന്തിക്കുക. ഇങ്ങനെ പോണ ആളുകൾ, ഞാൻ ഇങ്ങനത്തെ ഒരാളെ കൂടെ പോയാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ, നാളെ ഞാൻ എന്താകും, നാളെ എൻ്റെ വീട്ടിലേക്ക് എനിക്ക് തിരിച്ചു വരാൻ പറ്റുമോ, അല്ലെങ്കിൽ നാളെ ഞാൻ എവിടെയും പോയി ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല. അപ്പോൾ ഇല്ല കാര്യം ഇങ്ങനെയൊക്കെ ജീവിച്ച് പോയാൽ ഇങ്ങനെയല്ല എൻ്റെ വീട്ടുകാർ എനിക്ക് കണ്ടെത്തിയ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുക, അല്ലെങ്കിൽ എൻ്റെ എന്നെ സ്നേഹിക്കുന്ന ഭർത്താവിൻ്റെ കൂടെ ഞാൻ ജീവിക്കുക. ഭർത്താക്കന്മാരില്ല ഭാര്യമാർ ഇതുപോലെ പോവാറുണ്ടല്ലോ. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അവന് കൊടുക്കണ സ്നേഹം, ഇതുപോലെ കള്ള കാമുകന്മാർക്ക് കൊടുക്കുന്ന സ്നേഹം സ്വന്തം ഭർത്താവിന് കൊടുത്തു നോക്കി, അതിലിരട്ടിയായിട്ട് നിങ്ങളെ സ്നേഹിക്കുക ഭർത്താക്കന്മാർ. അപ്പം ഇങ്ങനത്തെ ഒരു ചതിയിൽ നിങ്ങൾ പെടാതെ നിൽക്കുക. എനിക്ക് പ്രത്യേകം പറയാനുള്ളതാണ്, ഒരു പെൺകുട്ടിയോട് പറയാനുള്ളത്, ഇങ്ങനത്തെ ചതികളൊക്കെ വരികയാണെങ്കിൽ എന്തായാലും അതിന് പിന്മാറി നിൽക്കുക. ഇങ്ങനെ ഒലിപ്പിച്ച് വരുന്ന ആണുങ്ങളുണ്ടാവും, എനിക്കെന്നെ ഇഷ്ടമാണ് ഡി, എനിക്കെന്നെ മരണം വരെ ഞാൻ നോക്കിക്കോളാം, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് വരുന്ന ഒരുപാട് ആണുങ്ങളുണ്ടാവും. ഓരൊക്കെ അങ്ങനെ പറഞ്ഞ് വരുമ്പം ആദ്യം ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കുക, ഇത് സത്യമാണോ, അല്ലെങ്കിൽ ഇയാൾക്ക് ഫാമിലി ഉണ്ടോ, ഇയാളുടെ ഫാമിലിയിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടോ, കുട്ടികളുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് ഒരിക്കലും അതിൽ പെടാതെ നിൽക്കുക. അവനവൻ്റെ ഭാവി നമ്മൾ കയ്യിലാണ്, നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മളെ ഭാവി എങ്ങനെയാണോ പോകേണ്ടത് അത് നമ്മൾ തീരുമാനിക്കുക. അല്ലാതെ ഒരു സ്നേഹവാക്ക് കേൾക്കുമ്പോഴത്തേന് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് ഏട്ടാ, ഞാനും വരുന്നുണ്ട്, ചേച്ചിനെ നമുക്ക് ഉപേക്ഷിക്കാം, അല്ലെങ്കിൽ കുട്ടികളെ നമുക്ക് ഉപേക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞ് ചേച്ചിയുടെ ചേട്ടൻ്റെ കൂടെ പോവില്ല വേണ്ടത്. നാളെ എൻ്റെ മനസ്സ് പറഞ്ഞ നാളെ ഈ കുട്ടിനെ ഇയാൾ ഉപേക്ഷിച്ചിട്ട് എന്തായാലും ഒഴിവാക്കും, ഉപേക്ഷിച്ച് തള്ളി പറയും. അയാളെ കാര്യം നോക്കി പോവും, ഇവളെ കാര്യം നോക്കി ഇവളെ വീട്ടിലേക്കും വരേണ്ടി വരും. എന്തായാലും അത് തന്നെ ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അയാളെ മുഖം കണ്ടാലറിയാം അയാൾക്ക് കള്ളലക്ഷണമാണ്. ഈ പെണ്ണ് ഇത് ആത്മാർത്ഥമായിട്ടാണെന്ന് വിചാരിച്ചിട്ട് കൂടെ കൂടിയതാണ്. അപ്പോൾ 20 വയസ്സായ ഈ പെൺകുട്ടിക്ക് 2 വർഷം 1 വർഷം നല്ലതായിരിക്കും ഈ പ്രണയം തുടങ്ങിയിട്ട്. കാരണം എന്താ വെച്ചാൽ ആത്മാർത്ഥമായിട്ട് പിരിയാൻ പറ്റാത്ത വിധം ഞങ്ങൾ പ്രണയിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും 15-ാം വയസ്സിൽ പ്രണയിച്ചിട്ടുണ്ടാവും. 3 or 2 കുട്ടികളാണ് വരെ ആ വീട്ടിൽ ഇയാളെ ഭാര്യനെ കല്യാണം കഴിച്ച ആ വീട്ടിലേക്ക് വരവും പോക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്, അവിടെ എല്ലാ ബന്ധങ്ങളും നടന്നിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഇങ്ങനെ പോണ പെൺകുട്ടികൾ ഒന്ന് ചിന്തിക്കുക, കൊണ്ടുപോകുന്ന ആൾ എങ്ങനെയാണ്, അയാൾക്ക് ഭാര്യ ഉണ്ടോ, കുട്ടികളുണ്ടോ, എല്ലാം ഉണ്ടോ, അതോ വെറുതെ ഒരു ടൈം പാസിന് വേണ്ടിയിട്ടാണ് എന്നെ സ്നേഹിച്ചത്, ടൈം പാസിന് വേണ്ടിയിട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത് എന്നുള്ളതൊക്കെ ചിന്തിച്ചിട്ട് വേണം
വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. പിന്നെ ലാസ്റ്റ് ഏതെങ്കിലും ട്രെയിൽ പാളത്തിലോ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് നമ്മൾ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് കേട്ടോ. പിന്നെ എനിക്കിതിൽ പ്രത്യേകം ഇയാൾ പറയുന്നുണ്ട്, എനിക്ക് ഇനി ഒരു 3 ആളെയും കൂടി 3 ആൾക്കാരും കൂടി കൊണ്ടുപോകാനുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആരെയാണ് കൊണ്ടുപോകാൻ എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ അയാളെ കൂടെ ഇനി അയാൾ മക്കളെയാണ് അയാൾ കൊണ്ടുപോകണമെന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ ചേച്ചിനോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഒരിക്കലും നിങ്ങളെ മക്കളെ നിങ്ങൾ അയാളെ കൂടെ പറഞ്ഞയക്കരുത്. നിങ്ങളെ തേടി അയാൾ വന്നാൽ നിങ്ങൾ ഒരിക്കലും അയാളെ കൂടെ പോവുകയും ചെയ്യരുത്. ഇങ്ങനത്തെ ഒരാളെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ എനിക്ക് പറയാൻ.